സുഹൃത്തുക്കളായ 2 തവളകൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. അവർ യാത്ര ചെയ്ത് കുറേ രാത്രിയായപ്പോൾ അവർക്ക് വിശ്രമിക്കാനായി ഒരു സ്ഥലം കിട്ടില്ല. അപ്പോൾ അല്പം വെള്ളമുള്ള സ്ഥലത്തെ തവളകൾക്ക് വിശ്രമിക്കാനാവും. അങ്ങനെ അവർ വെള്ളമുള്ള സ്ഥലം അന്വേഷിച്ച് പോയപ്പോൾ ഒരു വീടിൻ്റെ ഉള്ളിലെത്തുകയും ആ വീടിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ പാത്രത്തിൽ വെള്ളം പോലെ എന്തോ ഒന്ന് കണ്ടു. 2 പേരും കൂടെ ഒട്ടും മടിയാതെ ആ വെള്ളത്തിലേക്ക് എടുത്തു ചാടി. പക്ഷേ വെള്ളത്തിൽ വീണപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് വെള്ളമല്ല, മറ്റെന്തോ ദ്രാവകമാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള തത്രപ്പാടിനിടയിൽ അവർ 2 പേരും കൈയിട്ട് തുഴഞ്ഞിട്ടും അവർക്ക് മനസ്സിലായി ഇതിന് കാലൂന്നി പുറത്ത് ചാടാൻ കഴിയുകയില്ല എന്ന്. അപ്പോൾ ഒന്നാമത്തെ തവള പറഞ്ഞു, ഇതിനകത്ത് കിടന്ന് പരിശ്രമിച്ചിട്ട് ഒരു കാര്യമില്ല, നമ്മുടെ ജീവിതം തീർന്നു, ഇനി ഞാൻ തുഴയാനില്ല, ഞാൻ ചാവാൻ തന്നെ തീരുമാനിച്ചു. രണ്ടാമൻ അവന് തയ്യാറായില്ല. എനിക്കറിയാവുന്ന പണിയും എനിക്കിപ്പോൾ ചെയ്യാനാവുന്ന കാര്യവും എന്താണ്, തുഴഞ്ഞുകൊണ്ടേ ഇരിക്കുക. രണ്ടാമൻ ഏറെ നേരം കൈയും കാലിട്ടടിച്ച് തുഴഞ്ഞുകൊണ്ടിരുന്നു. ഒരല്പസമയം കഴിഞ്ഞപ്പോൾ ഈ രണ്ടാമൻ്റെ കാലിൽ മുമ്പില്ലാതിരുന്ന എന്തോ ഒന്ന് തടഞ്ഞു. ആ തടഞ്ഞതിൽ കയറി നിന്ന് കാലൂന്നി ആ തവള പുറത്തേക്ക് ചാടി രക്ഷപ്പെടുകയും ചെയ്തു. ശരിക്കത് തൈർക്കുടമായിരുന്നു. തൈർക്കുടത്തിൽ വീണ തവള ഒന്നാമൻ പരിശ്രമം നിർത്തിയപ്പോൾ, തനിക്ക് ചെയ്യാനാവുന്ന കാര്യങ്ങൾ നിർത്തിയപ്പോൾ അവൻ്റെ ജീവിതം അവിടെ അവസാനിച്ചു. എന്നാൽ രണ്ടാമനാവട്ടെ, ഭാവി എന്ത് തന്നെ സംഭവിച്ചാലും ഇപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ് അത് ചെയ്യുകയും അത് നിർത്താതെ ചെയ്യാൻ, സ്ഥിരോത്സാഹത്തോടെ ചെയ്യാൻ അവൻ തയ്യാറാകുകയും ചെയ്തു. ആ പ്രവൃത്തി അവന് ജീവിത വിജയത്തിലേക്കും അവൻ്റെ ജീവൻ രക്ഷപ്പെടുന്നതിലേക്കും അവനെ സഹായിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സാഹചര്യങ്ങളൊക്കെ ഇപ്പോൾ പ്രതികൂലമായി നമുക്ക് തോന്നാം. നമ്മൾ ചെയ്തിടത്തൊന്നും നമുക്ക് റിസൾട്ട് കിട്ടുന്നില്ല. വീണ്ടും പരാജയങ്ങളാണ് വരുന്നത്. പ്രതിസന്ധികൾ വീണ്ടും നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് എന്താണ് ചെയ്യാനാവുക, ഇപ്പോൾ എനിക്കെന്താണോ ചെയ്യാനാവുക അത് പൂർണ്ണ മനസ്സോടെ, സന്തോഷത്തോടെ, ആത്മാർത്ഥതയോടെ ചെയ്താൽ നമ്മുടെ സാഹചര്യം ക്രമേണ നമുക്ക് അനുകൂലമായി വരും. തൈർക്കുടത്തിൽ വീണ തവള വീണ്ടും തുഴഞ്ഞപ്പോൾ തൈര് വെണ്ണയും മോരുമായി മാറി വെണ്ണയുടെ പുറത്ത് കയറി പുറത്ത് ചാടിയതുപോലെ ഇപ്പോൾ നമ്മുടെ ദൃഷ്ടിയിൽ കാര്യങ്ങൾ പ്രതികൂലമാണെങ്കിലും ഭാവിയിൽ അത് അനുകൂലമായി വരും. അതിന് നമുക്ക് ചെയ്യേണ്ട ഒരേ ഒരു കാര്യം മാത്രമാണ്, തുടർന്ന് സ്ഥിരമായി നാം പരിശ്രമിക്കുക, അത് സ്ഥിരമായി ചെയ്തുകൊണ്ടേയിരിക്കുക.